ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ ആദ്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം, എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കും. നിങ്ങൾ രാത്രി കിടക്കും മുമ്പേ ഈ ഒരു കാര്യം ചിന്തിച്ചിട്ടാണ് കിടക്കുന്നത്. രാവിലെ എണീക്കുമ്പോഴും ഈ ഒരു കാര്യമാണ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മിറർ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. അതായത് മിറർ എനർജി, അതായത് എൻ്റെ പേഴ്സണ് പേടിയായിരിക്കുമോ, ഞാനിനി സ്റ്റാൻഡ് എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പേടി തോന്നി അവർ എന്നെ വിട്ടു പോകുമോ എന്നുള്ള ആ ഒരു ഇത് നിങ്ങളുടെ പേഴ്സണും ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് നിങ്ങൾ ചിന്തിക്കുന്നു. അതേപോലെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളോട് ഒരു ഡൗട്ട് തോന്നും. അതായത് നിങ്ങൾ ഇനി ഇവരെ വിട്ടു പോകുമോ സ്റ്റാൻഡ് എടുക്കാത്തത് കൊണ്ട് എന്നുള്ള ഡൗട്ട് ഇവർക്കും തോന്നാനായിട്ട് കാണാൻ സാധിക്കുന്നു. ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ പേഴ്സൺ സംശയിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഇവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും. അപ്പോൾ നിങ്ങൾ ഇവരെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള പേടി ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ സമയം കളയുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ചില ആൾക്കാരുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഉള്ളത്. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സൺ ആവണമെന്നില്ല, എന്തെങ്കിലും അതർ സിറ്റുവേഷൻ ആയിരിക്കാം, ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു പ്രഷർ ഇവരുടെ മേൽ കൊണ്ടുവരുന്നതായിരിക്കാം. അതായിരിക്കാം തേർഡ് പാർട്ടി. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അറിയാം നിങ്ങൾക്ക് ഇവരോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് ഉള്ളത് എന്ന്. അതേപോലെ തന്നെ ഇവർക്കും തിരിച്ച് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് നിങ്ങളോടും ഉള്ളത്. പക്ഷേ ഇവരുടെ മേൽ ഈ ഒരു പ്രഷർ ഉള്ളത് കാരണം ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കുന്നില്ല. മിക്കവാറും ബന്ധവും ഇങ്ങനെ സ്റ്റാൻഡ് എടുക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഫിയർഫുൾ ആയിട്ടുള്ള എനർജി കാരണമാണ്. അത് ഒരു പ്രാവശ്യം നിങ്ങൾ ഇവരുടെ കൂടെ തന്നെ ഉണ്ട്, ഒരിക്കലും ഇവരെ വിട്ട് പോകത്തില്ല, അവസാനം വരെ നിങ്ങൾ ഇവരുടെ കൂടെ തന്നെ കാണുമെന്നുള്ള ഒരു വിശ്വാസം വന്നാൽ പിന്നെ ഇവർ ഏത് സാഹചര്യമായാലും സ്റ്റാൻഡ് എടുക്കുന്നതാണ്. ഇവിടെ ഫിയർഫുൾ ആയിട്ടുള്ള ആ ഒരു എനർജി കാരണമാണ് ഇവർ ഇങ്ങനെ നീങ്ങി നീങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാൻഡ് എടുക്കാതെ ഒരു പക്ഷേ നിങ്ങൾ ഇവരെ വിട്ടു പോകുമോ എന്നുള്ള പേടി, അതാണ് മെയിൻ കാരണം. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിച്ച് ഇവരുടെ ഉള്ളിൽ ആ ഒരു പേടി മാറ്റുക. അങ്ങനെ നിങ്ങൾ പേടി മാറ്റുകയാണ് എങ്കിൽ ഇവർ ഏത് മോശം സാഹചര്യമായാലും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതാണ്. ഇവിടെ ഇവരുടെ ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഇവരുടെ മൈൻഡിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ അവസ്ഥ വളരെ മോശമായിരിക്കാം, പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം നേരെയാകും. നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ് ആയിട്ടുള്ള ആ ഒരു ടൈം നമ്മൾ ജീവിക്കും എന്നുള്ള ആ ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ ഇവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും അതേപോലെ തന്നെ നിങ്ങൾക്ക് അവരോടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു സ്നേഹവും കാരണം ഇവർക്ക് തോന്നുന്നത് ഒരിക്കലും നിങ്ങൾ ഇവരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ സാധിക്കയില്ല എന്നാണ്. അതായത് ആർക്കും തന്നെ മാനിപ്പുലേറ്റിംഗ് ചെയ്ത് ഈ ഒരു ബന്ധത്തെ തകർക്കാൻ സാധിക്കയില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. ഇവിടെ ഇവർ ട്രാപ്ഡ് സിറ്റുവേഷൻ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ദുഃഖത്തിലാണ്. എവിടെയാണ് ഇവർ ട്രാപ്ഡായിട്ടിരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് വിഷമിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം സത്യസന്ധവും ആത്മാർത്ഥവുമാണ് എങ്കിൽ അവിടെ മൂന്നാമതൊരു വ്യക്തിക്ക് സ്ഥാനമില്ല എന്നാണ് ഇവരുടെ ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. സ്നേഹം സത്യമാണെങ്കിൽ ഏത് മൂന്നാമത്തെ വ്യക്തി വിചാരിച്ചാലും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ തകർക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ ട്രൂ ഫീലിംഗ്. ഇവിടെ ആരൊക്കെയോ ഇവരെ പ്രഷറൈസ് ചെയ്യുകയാണ് എന്തോ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി. പക്ഷേ അവർ പറയുന്നത് കേൾക്കാതെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം നോക്കേണ്ട സിറ്റുവേഷൻ നോക്കാം. സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ 4 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 4 തൊട്ട് 14 അവേഴ്സ് വളരെ ഹെവി എനർജി ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ സോളാർ പ്ലക്സിസ് ചക്ര ബ്ലോക്കേജസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ടൈം പീരീഡിൽ ഫാമിലി ഇഷ്യൂ കൂടുതലായിട്ട് ക്രിയേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ അല്ല എങ്കിൽ മൈഗ്രെയിൻ ഇഷ്യൂ കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരീഡിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ബ്രേക്കപ്പിൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് ബ്രേക്കപ്പ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ 40 അവേഴ്സിനുള്ളിൽ കോളോ മെസ്സേജോ വരികയുള്ളൂ. ഇല്ല എങ്കിൽ 4 ഡേയ്സ് വരെ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ വരുവാനായിട്ട്.
കാർമിക് സൈക്കിൾ റിലീസാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയെ സാക്രിഫൈസ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് എല്ലാ കാര്യവും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് എനിക്ക് ഈ ഒരു ബന്ധത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു പോകണം, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് എന്താക്കണം എന്നുള്ള രീതിയിൽ തേർഡ് പാർട്ടിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടും ഈ കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഞാൻ തേർഡ് പാർട്ടിയോട് പറഞ്ഞു എനിക്ക് ഈ ഒരു ബന്ധം തുടരാൻ പറ്റത്തില്ല, ഞാൻ ഒട്ടും തന്നെ ഹാപ്പിയല്ല, എനിക്കിഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് തേർഡ് പാർട്ടിയോട് എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറയുന്നതായിട്ടും കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ വരാൻ പോകുന്ന 4 ഡേയ്സിനുള്ളിൽ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക്. അപ്പോൾ ഇതാണ് നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഇവിടെ 48 അവേഴ്സാണ് കോൺടാക്റ്റിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു 48 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എന്തോ ഒരു സോളിഡായിട്ടുള്ള ആക്ഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ന്യൂ ബിഗിനിങ്ങിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എയർ ഫ്രീ ആയിട്ട് തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ വരാൻ പോകുന്ന 2 ദിവസം ഹെവി എനർജിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി പെരുമാറുക, അവരോട് സംസാരിക്കുന്നതെല്ലാം ആവശ്യമില്ലാതെ ഒരു കാര്യത്തിന് അവരോട് ആർഗ്യുമെൻറ്റ് ചെയ്യാൻ പോകരുത്, കാരണം അവരുടെ എനർജി വളരെ ഹെവി ആയിരിക്കും. അപ്പോൾ എനർജി വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ പോകരുത്, അവരുടെ ആ ഒരു എനർജി ലൈറ്റ് ആകുന്നത് വരെ. അപ്പോൾ ഇതാണ് കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം നമുക്ക്. ഏഞ്ചൽസ് പറയുന്നത് വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് നെയിം, ഫെയിം, റെക്കഗ്നേഷൻ ഇതൊക്കെ ലഭിക്കുമെന്നാണ് പറയുന്നത്. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള ടാലൻ്റ് ഉണ്ട് എങ്കിൽ അത് പുറത്ത് കാണിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. എന്ത് ടാലൻ്റ് ഉണ്ടെങ്കിലും അത് മറച്ചു വയ്ക്കരുത്, പുറത്ത് കാണിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഏത് ഗുണം കാരണമാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ പേരും പ്രശസ്തിയും കിട്ടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഹിഡനായിട്ട് എന്തെങ്കിലും ടാലൻറ്റ് ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളോട്. നെക്സ്റ്റ് എനർജി, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, കരിയറിൽ അല്ല എങ്കിൽ നിങ്ങളുടെ പഠിത്തത്തിൽ ഒന്നും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ലവ് ലൈഫ് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ജോബിലും നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ആ ഒരു കരിയർ, നിങ്ങളുടെ പഠിത്തം എല്ലാത്തിലും ഫോക്കസ് ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം വിടുന്ന സ്വഭാവം അത് മാറ്റി വയ്ക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത്. എല്ലാത്തിലും നിങ്ങളുടെ ഫോക്കസ് വേണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.